वक्रतुण्डमहाकाय कोटिसूर्यसमप्रभा निर्विघ्नं कुरु मे देव शुभकार्येषु। ഉത്തങ്ക മഹർഷി ശിഷ്യൻ എന്ന നിലയിലായിരുന്നു പ്രശസ്തൻ. അദ്ദേഹത്തിന് സ്വന്തമായി ഒരാശ്രമം തുടങ്ങാം, സ്വന്തമായ ഗുരുകുലം തുടങ്ങാം. ഇങ്ങനെയൊക്കെ ഇരിക്കെ ആചാര്യനോട് അനുവാദം ചോദിച്ചില്ല. എല്ലാവരെയും പഠനം പൂർത്തിയാകുമ്പോൾ അദ്ദേഹം അനുഗ്രഹിച്ച് ദക്ഷിണ വാങ്ങി വിടുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇദ്ദേഹത്തിനോട് മാത്രം നിൻ്റെ വിദ്യാഭ്യാസം പൂർത്തിയായി, ആശ്രമജീവിതം പൂർത്തിയായി, അതുകൊണ്ട് നിനക്ക് ഗാർഹസ്ഥ്യമോ സന്യാസമോ സ്വീകരിക്കാം, അതിനുവേണ്ടി ദക്ഷിണ തന്ന് നീ മടങ്ങിക്കോളൂ എന്ന് അദ്ദേഹം പറയുന്നില്ല. പറയാത്തതുകൊണ്ട് ചോദിക്കാനും പേടിയായിരുന്നു. ഒരു ദിവസം അദ്ദേഹം കാട്ടിൽ പോയി വിറക് ശേഖരിച്ച് നല്ലൊരു ചുവട് വിറകുമായിട്ടിങ്ങനെ ഈ പെടലിയൊക്കെ കുറുകി ചുമന്നുകൊണ്ട് വരികയാണ്. അപ്പോൾ അത് കൊണ്ടുവന്നിട്ട് തലയിൽ നിന്ന് താഴത്തേക്ക് ഈ ചുമട്, വിറകിൻ്റെ ചുമട് അദ്ദേഹം ഇട്ടു. അങ്ങനെ നോക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ മുടി ഈ വിറകിലുടക്കിയിട്ട് പറഞ്ഞ് ആ വിറകിൽ പറ്റിയിരുന്നു. അപ്പോൾ അതിലേക്ക് ഇങ്ങനെ നോക്കി, തല ഇത്തിരി നോവുകയും ചെയ്തു. ഇങ്ങനെ കുരുങ്ങിയിരുന്നതുകൊണ്ട് മുടി പറഞ്ഞു പോയി. നോക്കിയപ്പോൾ മുഴുവൻ നരച്ച മുടിയാണ്. അപ്പോൾ അത്രയേറെ നരച്ചിരിക്കുന്നു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. കുളിക്കുമ്പോൾ കുളിക്കും എന്നുള്ളതല്ലാതെ ഈ ഒരു ശാരീരികമായ ബോധം കുറഞ്ഞ ആളായതുകൊണ്ട് അതൊന്നും ശ്രദ്ധിക്കാറില്ല. എങ്കിലും ഇത് കണ്ടപ്പോൾ ശ്രദ്ധിച്ചു. അപ്പോഴെനിക്ക് വളരെ പ്രായമായി എന്നുള്ളൊരു സങ്കടമാണ് വന്നത്. അപ്പോൾ അതിനൊക്കെ അച്ഛനും അമ്മയൊക്കെ മരിച്ചു പോയിരിക്കുന്നു. ഇവിടെ വന്നിട്ടുള്ള അനേകം പരമ്പരകൾ, വിദ്യാർത്ഥികളുടെ പരമ്പരകൾ പോയി പല പല നിലകളിലും എത്തിയിരിക്കുന്നു. ചിലർ സന്യാസിമാരായി, ചിലർ വലിയ വൈദ്യന്മാരായി, ചിലർ മറ്റു തരത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരായി, ചിലർ രാജമന്ത്രിമാരായി, ഇങ്ങനെയൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ആചാര്യൻ്റെ അടുത്ത് ചെന്ന് തൊഴുതു നമസ്കരിച്ചു. നീ എവിടെയായിരുന്നു? ഞാൻ അന്വേഷിച്ചപ്പോൾ കണ്ടില്ലല്ലോ. അപ്പോൾ ഞാൻ വിറകിന് പോയിരുന്നു, ഒരു ദിവസം വൈകി. അപ്പോൾ ഒന്ന് ചിരിച്ചിട്ട് ചോദിച്ചു, നിനക്ക് വീട്ടിലേക്ക് മടങ്ങണമെന്നുണ്ടോ? അങ്ങനൊരാഗ്രഹം? അതിവിടുന്ന് പറയുന്നത് പോലെ. നിനക്ക് വേണമെങ്കിൽ പോകാൻ കേട്ടോ, ഞാൻ പറഞ്ഞയക്കാതിരുന്നത് നീ നിൽക്കുന്നത് എനിക്കൊരു സന്തോഷമാണ്, അതുകൊണ്ട് പറഞ്ഞയക്കാൻ. അപ്പോൾ ഈ വിചാരങ്ങൾ ആശാന് മനസ്സിലായി, ഇദ്ദേഹത്തിന് പിടികിട്ടി. നമുക്ക് വളരെ പരിചയമുള്ള ആളാണ് ഈ ആചാര്യൻ. ഗൗതമ മഹർഷിയാണ്. ഗൗതമ മഹർഷിയാണ് ആചാര്യൻ. ആചാര്യ പത്നി അഹല്യയും. ഒരു കാര്യം ചെയ്യൂ, നീ നമ്മുടെ പത്നിയോടും കൂടി ഒന്ന് ആലോചിക്ക്, ഇങ്ങനെ പോയാൽ കൊള്ളാമെന്നുണ്ട് എന്ന് അവളോട് പറയൂ. അവൾ സമ്മതിക്കുമെന്ന് പറഞ്ഞുകൂടാ. നിന്നെ ഈ മകനെ പോലെ കാണുന്നത് കൊണ്ടേ നീ പോകുമ്പോൾ എനിക്കുള്ളതിനേക്കാളും പ്രയാസമുണ്ടാകും അവൾക്ക്. അപ്പം അതുകൊണ്ടത് ഒരു മയത്തിലൊക്കെ ചോദിച്ചാൽ മതി. അങ്ങനെ ചുറ്റിപ്പറ്റിയൊക്കെ അടുക്കളയിൽ അവിടെ ഇവിടെയൊക്കെ നടന്ന ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇന്ന് വിറക് കൊണ്ടുവന്നിട്ടപ്പോൾ വിറകിനോട് കുറച്ച് മുടിയും പറഞ്ഞു പോയി. അത് നീ സൂക്ഷിക്കണ്ടായിരുന്നോ? അതെന്താ അങ്ങനെ ചെയ്തത് എന്ന് ചോദിച്ചു. അല്ല, അതുകൊണ്ടൊരു ഗുണമുണ്ടായി. എന്താ അത്? അല്ല, ജരാനരകളൊക്കെ ബാധിച്ചു എന്നുള്ളത് ബോധ്യമാകാൻ അതൊരു കാരണമായി. എന്താ നിനക്ക് വീട്ടിൽ പോകണോ? ഈ ആശ്രമത്തിലായതുകൊണ്ട് അവർക്ക് അറിയാമല്ലോ സൂചനകളിൽ നിന്ന്. ഒന്ന് പോയാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ കുറേയും കൂടി നേരത്തെ നിനക്കിത് പറയാമായിരുന്നല്ലോ. നരയ്ക്കുന്നതിന് മുമ്പ് പറയാം. അപ്പോൾ ഇദ്ദേഹത്തിന് സംസാരിക്കാൻ വയ്യാതെയായി.
അഹല്യയ്ക്കും സംസാരിക്കാൻ വയ്യാതെ. എന്താണെങ്കിലും പോകും എന്നുള്ള കാര്യം ഉറപ്പായി. എന്നാ പിന്നെ നീ ചോദിച്ചില്ലേ, ആചാര്യനോട് ചോദിച്ചില്ലേ? ചോദിച്ചു. അപ്പോൾ അമ്മയോട് ചോദിക്കാനാ പറഞ്ഞത്. അതൊക്കെ വേണ്ടതാണല്ലോ. അപ്പോൾ വേണ്ട കാര്യങ്ങളെല്ലാം, അതിൻ്റെ ഭൗതികമായ കാര്യങ്ങളെല്ലാം വേണ്ടതുപോലെ നടക്കട്ടെ. ഞാൻ സമ്മതിക്കാതിരിക്കുന്നില്ല. അപ്പോൾ എന്നിട്ട് പറഞ്ഞു അമ്മയ്ക്ക് സമ്മതമാണ്. അപ്പോൾ നിനക്ക് പോവാം, അതിന് ഗുരുദക്ഷിണൊന്നും വേണ്ട. ഞാൻ ഒന്നാമത് അപരിഗ്രഹം അറിയാമല്ലോ നിനക്ക്. പിന്നെ നമ്മുടെ ഇവിടുത്തെ ആവശ്യങ്ങൾ മറ്റു കുട്ടികളുടെയൊക്കെ ഭക്ഷണത്തിന് വേണ്ടി തരുന്നത് വാങ്ങിക്കുന്നു എന്നുള്ളതല്ലാതെ എനിക്ക് സ്വന്തമായി ഒന്നും വേണ്ട. അപ്പോൾ നിന്നിൽ നിന്ന് ഞാൻ ദക്ഷിണ സ്വീകരിക്കുകയും നിന്നെ വിശേഷാൽ അനുഗ്രഹിക്കുകയും ചെയ്തിരിക്കുന്നു, നിനക്ക് പോകാം. പിന്നെ അവൾക്ക് വല്ല ഒരു ആഗ്രഹം ഉണ്ടോ എന്നൊന്ന് ചോദിച്ചോളൂ. ചിലപ്പോൾ അതൊരു താപമായിട്ട് മനസ്സിൽ കിടക്കണ്ട. അഹല്യയ്ക്കേ എന്ന് ചോദിച്ചോളൂ. അങ്ങനെയൊന്ന് ചോദിച്ചു. നീ വിചാരിച്ചാൽ നടക്കുമെന്ന് പറഞ്ഞുകൊണ്ട് എനിക്കൊരു മോഹമുണ്ട്. അല്ല, പറഞ്ഞു കേട്ടാൽ ശ്രമിച്ചു നോക്കാമായിരുന്നു. എന്നിട്ട് ചിരിച്ചിട്ട് പറഞ്ഞു അതൊരു അമൂല്യമായ ആഭരണമാണ്. ഒരു പ്രത്യേകമായ രത്നം വെച്ച് തീർത്ത 2 തോടകളാണ്, വലിയ കമ്മലുകളാണ്. അത് നീ വിചാരിച്ചാൽ സംഘടിപ്പിച്ചു കൊണ്ടുവരാൻ പറ്റുമോ? അല്ലാതെ എവിടെയാണെന്നും ഒന്ന് അവരത് തരുമോ ഒന്നറിഞ്ഞുകൂടാ. പിന്നെ എവിടെയാണെന്ന് അറിഞ്ഞുകൂടാ, ആരുടേതാണെന്ന് അറിഞ്ഞുകൂടാ. അതെല്ലാം അമ്മ പറഞ്ഞാൽ ഞാൻ ശ്രമിച്ചു നോക്കാം. അത് സൗദാസൻ എന്ന് പറയുന്ന രാജാവിൻ്റെ പത്നിയുടേതാണ്. എളുപ്പമല്ലേ? ഒട്ടും എളുപ്പമുള്ള. ഇപ്പം ഏതെങ്കിലും ഒരു കടയിൽ ചെന്ന് മേടിച്ചാൽ മതിയെങ്കിൽ കടക്കാരൻ്റെ കാല് പിടിച്ച് ഞാൻ ബ്രാഹ്മണനാണ്, എനിക്കത് തരികയാണെന്ന് വെച്ചാൽ പുണ്യം ഉണ്ടാകുമെന്നൊക്കെ പറഞ്ഞ് എങ്ങനെയെങ്കിലും കബളിപ്പിച്ച് അവിടെ നിന്ന് അറ്റ കൈക്ക് എടുത്തുകൊണ്ട് ഓടിക്കളയെങ്കിലും ചെയ്യാം. ഇത് രാജാവിൻ്റെ ഭാര്യ എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇദ്ദേഹത്തിന് സംഗതി കുഴപ്പത്തിലായി. എന്തായാലും പരിശ്രമിച്ച് നോക്കുക തന്നെ. ഇപ്പോൾ അമ്മ പറഞ്ഞ സ്ഥിതിക്ക് ഇദ്ദേഹത്തിനും ഇങ്ങനെ ഒരു അബദ്ധത്തിൽ ചാടിയെന്ന് തോന്നിയില്ല. എങ്ങനെയെങ്കിലും ശ്രമിച്ചത് കിട്ടുമെന്ന് നോക്കാം. ഇപ്പോൾ കൊണ്ടേ കൊടുത്തില്ല എന്ന് വെച്ചാൽ ശപിക്കാനല്ല, അത് തന്നെ വേണമെന്നുണ്ട്. അതുപോലെ ഒന്നും ഉണ്ടാക്കിയപ്പോൾ അതിപ്പോൾ സ്ത്രീകൾക്ക് ഇന്നൊരു സാധനമാണ് വേണ്ടത് എന്ന് പറഞ്ഞാൽ പിന്നെ അത് തന്നെയാണ് വേണ്ടത്. അല്ലാതെ അതിനിപ്പോൾ അതിന് പകരം ഒന്നുമില്ല. അപ്പോൾ അവിടെ ചെന്ന് രാജ്ഞിയുടെ കമ്മലാണ് എടുക്കേണ്ടതേ. അപ്പം അദ്ദേഹം എന്ന് പറഞ്ഞു ഇങ്ങനെ ആണ് അമ്മ പറഞ്ഞത്. സൗദാസ മഹാരാജാവിൻ്റെ ഭാര്യയുടെ കാതിൽ കിടക്കുന്ന ഒരാൾ കാതിലിട്ടിരിക്കുകയാണതേ. ഇപ്പോഴൊക്കെ ആണെങ്കിൽ കാതോടുകൂടി ചെത്തിങ്ങ് കൊണ്ടുവരാമായിരുന്നു. ഇത് രാജാവായതാണ് വലിയ പ്രശ്നമായത്. അപ്പോൾ പറഞ്ഞു അങ്ങനെ പറഞ്ഞു അല്ലേ? അങ്ങനെ പറഞ്ഞു. പക്ഷെ അത് കിട്ടില്ല കേട്ടോ. അത് രാജാവിൻ്റെ ശക്തി കൊണ്ടാണ്. രാജാവിൻ്റെ ശക്തി കൊണ്ടല്ല, അവന് പ്രാന്ത. രാജാവിനെ സൗദാസന് അപ്പോൾ തമാശ പറഞ്ഞതായിരിക്കും എന്ന് വിചാരിച്ചു. അല്ല, പ്രാന്തെന്ന് പറഞ്ഞാൽ പ്രാന്തേ, അത് തന്നെ, ഉന്മാദം. അത് എങ്ങനെ സംഭവിച്ചു? അത് വസിഷ്ഠൻ ശപിച്ചതാണ്. അപ്പോൾ കൊട്ടാരത്തിലിരിക്കില്ല, ഇങ്ങനെ ഓടി നടക്കുകയാണ് ലോകം മുഴുവനും പ്രാന്തായിട്ട്. അവൻ്റെ മറ്റേ പേര് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവും, കൽമാഷപാതൻ എന്നവന് പേരുണ്ട്. അവനാണ് ആള്. അയ്യോ, അപ്പോൾ പിന്നെ എന്താ വേണ്ടേ? അല്ല, ഇപ്പോൾ ചോദിച്ചു പോയില്ലേ, ഞാൻ പറയുകയും ചെയ്തല്ലോ, ഞാൻ പറഞ്ഞിട്ടാണ് നീ എന്ന് ചോദിച്ചത്. ഇങ്ങനെ ഒരു ഇത് വരുമെന്ന് കരുതിയിട്ടല്ല, ഇങ്ങനെ ഒരു ആഗ്രഹം പറയുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. ഒന്നും വേണ്ടാത്ത ഒരു സ്ത്രീക്ക് വെറുതെ കയറിയിട്ട് ലോകത്തിലെങ്ങും ഇല്ലാത്ത അത്യപൂർവമായ ഒരു രത്നം കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന കമ്മല വേണമെന്നും മറ്റുമൊക്കെ ആശ്രമത്തിൽ താമസിക്കുന്ന ഒരു സ്ത്രീ പറയും എന്ന് ഞാൻ സ്വപ്നേവി വിചാരിച്ചിട്ടേ ഇല്ല. ഇനിയിപ്പോൾ ശ്രമിച്ചു നോക്ക്, അപ്പോൾ നമുക്കറിയാം.
കണ്ടുപിടിക്കാൻ വിഷയം. കൊട്ടാരത്തിൽ ഇരിക്കുന്നില്ലല്ലോ, കൊട്ടാരത്തിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ അല്ലേ അവിടെ ചെന്ന് കാണാനൊക്കെ ഉള്ളൂ. അങ്ങനെ തേടി തേടി നടന്ന് ഏതാണ്ട് ഒരു വർഷത്തോളം ഇങ്ങനെ നടന്നു. ഇയാൾ അവിടെ ഉണ്ടായിരുന്നു അന്വേഷിച്ചു. ദേ ഇവിടെ ഉണ്ടായിരുന്നു രാജാവ്, ഇവിടെ ഉണ്ടായിരുന്നു രാജാവ്, ഇവിടെ ഉണ്ടായിരുന്നു രാജാവ് എന്നിങ്ങനെ പറയുന്നതല്ലാതെ. അല്ല, ഇത് രാജ്ഞിയുടെ അല്ലേ? രാജാവിനെ കാണേണ്ട കാര്യമില്ലല്ലോ, രാജ്ഞിയുടെ അല്ലേ ആഭരണം? അല്ല, ഭ്രാന്തനാണല്ലോ. എടാ എൻ്റെ ഭാര്യ എടുത്ത് ചെല്ലാൻ നിന്നോട് ആര് പറഞ്ഞെന്ന് ചോദിച്ചു. ഇവിടുന്ന് അനുവാദം വാങ്ങണ്ടേ? ഓ, അത് വേണം അല്ലേ? പിന്നെ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഭ്രാന്തനാവും. പുള്ളി യാതൊരു അല്ല, അയാള് പോവാതെ നേരെ മറ്റോ അവരുടെ ചെന്നുണ്ടെങ്കിൽ സൂത്രം പറഞ്ഞു. അതാ അപ്പോൾ ഇത് കൊടുക്കാൻ ഇഷ്ടം ഉണ്ടാകില്ലല്ലോ. അപ്പോൾ അല്ല, അത് ഭർത്താവിനോട് ചോദിക്കാതെ തരാനൊക്കെ. ഭർത്താവിനോട് ചോദിക്കാതെ മുഴുവൻ കാര്യങ്ങളും ജീവിതത്തിൽ ചെയ്തിട്ടുള്ള സ്ത്രീയാണെങ്കിലും ഒരു ആഭരണം തരുമോ എന്ന് ചോദിക്കും. അയ്യോ, അത് പുള്ളിയോട് ചോദിക്കാതെ ഞാൻ ഇതുവരെ വിവാഹം കഴിഞ്ഞിട്ട് ഇതുവരെ ഞാൻ പുള്ളിയോട് ചോദിക്കാതെ ഒരു കാര്യം ചെയ്തിട്ടില്ല. സംഗതി ചില ഒച്ച വർത്താനമൊക്കെ പറയുന്നത് വെച്ചിട്ട് അനുസരണക്കേടൊന്നും ഞാൻ കാണിക്കില്ല എന്ന് പറയും. അപ്പോൾ പിന്നെ അത് കേൾക്കണ്ടല്ലോ. അങ്ങനെയെന്ന്. അപ്പോൾ ഇത് ഞാൻ ഇങ്ങനെ ഓടി വരുന്നു ഈ രാജാവേ. അത് കണ്ടപ്പോൾ തന്നെ ഇദ്ദേഹം ഭയന്നു വല്ലാതെയായി. എന്നിട്ട് അടുത്ത് വന്ന് നന്നായിട്ട് ചിരിച്ചു. ഓ, നിങ്ങളെ കണ്ട വലിയ സന്തോഷമായി ചോദിച്ച്. അതെന്താ, എന്നെ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? ഇല്ല, കണ്ടിട്ടില്ല. അതെന്തിനാ പിടിച്ച് തിന്നുന്നതിന് നേരത്തെ കാരണ്ട ആവശ്യമില്ലല്ലോ. അതോടുകൂടി ഇദ്ദേഹത്തിന് ജീവൻ പാതി പോയതുപോലെ അവിടെ നിന്നു, ഓടിയില്ല. ഒരാളെ പിടിച്ച് തിന്നുന്നതിന് അയാളെ നേരത്തെ പരിചയമുണ്ടല്ലോ. അങ്ങനെ നിയമമൊന്നുമില്ലല്ലോ. ഞാൻ 6 ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട്. അപ്പോഴാ നിങ്ങൾ ദൈവാധീനത്തിന് വന്നത്. അപ്പം തിന്നുകളയല്ലേ? അപ്പം മര്യാദക്കാരാണ്. കാരണം അനുവാദം ചോദിച്ചിട്ടാണ് തിന്നുന്നത്. ചോദിച്ചു, ആട്ടെ എന്താ പേര്? അപ്പോൾ പറഞ്ഞു, പേര് ഉത്തങ്കൻ എന്നാണ്, എവിടെയോ കേട്ടതുപോലെ തോന്നുന്നു പറഞ്ഞു. അല്ല, ഇതൊക്കെ വെറുതെ ചോദിക്കാനോട്ടോ, അവസാനം തിന്നും ഞാൻ. അത് അവസരം പറ്റിച്ച പണിയാണ്. തിന്നുകയല്ലാതെ യാതൊരു നിവൃത്തിയും. എനിക്ക് തിന്നണം സ്വന്തം നിലയിൽ ആഗ്രഹമില്ല. പക്ഷേ വസിഷ്ഠൻ്റെ ശാപം കൊണ്ട് ഇപ്പോൾ നരഭോജിയായിട്ടിരിക്കുക. ഓ, രാക്ഷസനാണ് രാജാവ്. ഇല്ല, രാജാവിനെ ശപിച്ച് നരഭോജിയാക്കി. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഒരു ഗുണം, ഭാര്യയുടെ സഹായമുണ്ട്. അവളുണ്ട്, അവിടെ ആ നദിയുടെ തീരത്തിരിപ്പുണ്ട് എന്ന് പറഞ്ഞു. കേട്ടിട്ടുണ്ടാകും, വലിയ സുന്ദരിയാണ്. മദയന്തി എന്നാണ് അവളുടെ പേര്. ഇദ്ദേഹം കേട്ടിട്ടൊന്നുമില്ല അതിനു മുമ്പ്. എന്താ പിന്നെ നിങ്ങൾ ഇവിടെ എത്താനുള്ള കാരണം? ഇപ്പം പറഞ്ഞു, ഇങ്ങനെ ഞാൻ ഒരു പ്രധാന ശിഷ്യനാണ്. ആരുടെ? നമ്മുടെ ഗൗതമ മഹർഷിയുടെ. കഥ കേട്ടിട്ടുണ്ട്, ഗൗതമ മഹർഷി അറിയാം. ഇപ്പോൾ ഈ വഴിക്ക് വരാൻ എന്താ കാരണം? ഞാൻ തിന്നോട്ടെ എന്ന് കരുതിയൊന്നും അല്ല, അങ്ങേ കൊണ്ടൊരു കാര്യം സാധിക്കാനുണ്ടായിരുന്നു. ഓ, ഇനിയിപ്പോൾ എന്ത് കാര്യം സാധിക്കാനാ? ഞാൻ തിന്നാൻ പോകില്ലേ? തിന്നുകയല്ലാതെ എനിക്ക് മാർഗമൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ വരുന്ന മനുഷ്യനെ എനിക്ക് തിന്നാനൊക്കെ ഉള്ളൂ. അല്ലാണ്ട് നാട്ടിൽ കയറി ചെന്ന ആളുകളെ പിടിച്ച് തിന്നാനൊക്കെ ഇല്ല, എല്ലാവരും കൂടി ആക്രമിക്കില്ല. അങ്ങനെ ഒറ്റയ്ക്ക് വരുന്ന ആളുകളെ, അതിനാണ് ഈ നദീതീരത്ത് കൂടി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ തിന്നും. നിൻ്റെ കഥ വേണമെങ്കിൽ കേൾക്കാം, അത് കഴിഞ്ഞിട്ട് തിന്നോളാം. അത്രയും ക്ഷമയൊക്കെ കാണിക്കാം. അല്ല, അങ്ങയുടെ ഭാര്യയ്ക്ക് അമൂല്യമായ 2 രത്നങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയ കമ്മലുണ്ടോ എന്ന് കേൾക്കുന്നു. ഉണ്ട്. അത് എൻ്റെ ആചാര്യൻ്റെ പത്നിക്ക് വേണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചു. ഞാനത് അവർക്ക് ഗുരുദക്ഷിണയായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഗുരുദക്ഷിണയായിട്ട് കൊടുക്കാൻ ഏത് സാധനം ചോദിച്ചാലും തരണമല്ലോ. അത് തരണം. അത് തരുമെങ്കിൽ മേടിച്ചോ. പക്ഷെ അതുകൊണ്ട് നീ അവിടെ എങ്ങനെ എത്തും? ഇപ്പോൾ ഞാൻ പിടിച്ചതിനല്ലോ നിന്നെ. അപ്പോൾ പറഞ്ഞു, അല്ല, നമുക്കൊരു പ്രതിജ്ഞ ചെയ്യാം. എന്ത് പ്രതിജ്ഞ? ഞാനിത് വാങ്ങിച്ച് കൊണ്ടുപോയി ആചാര്യപത്നിക്ക് കൊടുത്ത് കഴിഞ്ഞിട്ട് അങ്ങേക്ക് തിന്നാൻ വേണ്ടി ഞാൻ അങ്ങയുടെ അടുത്തേക്ക് വരാം. അങ്ങ് ഇവിടെ തന്നെ നിന്നാൽ മതി. തിന്നാനായിട്ട് ഒരുങ്ങി വരാം. വരാം. വന്നില്ലെങ്കിലും അല്ല, അതിനാണല്ലോ പ്രതിജ്ഞ ചെയ്യുന്നത്. അത് ഇന്ത്യയിലെ
മന്ത്രിമാർ ചെയ്യുന്ന സത്യപ്രതിജ്ഞ പോലെ ആവുമോ എന്ന് ചോദിച്ചു. ഇല്ല, അങ്ങനെ ആകില്ല. ഞാൻ സത്യപ്രതിജ്ഞ ചെയ്താൽ സത്യപ്രതിജ്ഞ തന്നെയായിരിക്കും. മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ അവിടെ കിടന്നോട്ടെ. അപ്പോൾ ചെന്ന് വാങ്ങിച്ചോളൂ. അപ്പം അങ്ങനെയാണ് അവിടെ ചെന്ന് അവരോട് ഇത് പറഞ്ഞു, വിവരങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ കൊടുക്കാൻ സന്നദ്ധയായി. അപ്പം ഇത് ഊരി കൊടുത്തിട്ട് പറഞ്ഞു, ഇതിന് അശുദ്ധി പറ്റാതെ നോക്കണം. ഇത് കൈകാര്യം ചെയ്യുന്ന ആൾ ഏതെങ്കിലും തരത്തിലുള്ള അശുദ്ധി, എച്ചിലായ കൈകൊണ്ട് പിടിക്കുക, പിന്നെ പ്രാഥമിക കാര്യങ്ങൾ നിർവഹിച്ചിട്ട് ശുദ്ധിയാവാതെ ഇതിന്മേൽ സ്പർശിക്കുക, ഇതിൽ തുപ്പൽ പുരളുക, ഇതൊന്നും പാടില്ല. വൃത്തിയില്ലാത്ത സ്ഥലത്ത് കൊണ്ടുപോയി വയ്ക്കുക, നിലത്ത് വയ്ക്കുക, ഒന്നും പാടില്ല. വെറുതെ വായുസ്പർശം ഉള്ള വിധത്തിൽ വയ്ക്കുക, ഇതൊന്നും പാടില്ല. ഇത് പൊതിയണം. നിങ്ങളുടെ തോളത്ത് കിടക്കുന്ന ഉത്തരീയം കൊണ്ട് ഇത് പൊതിഞ്ഞിട്ട് അത് പൊതിഞ്ഞ് കയ്യിൽ വയ്ക്കണം. അങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്. പിന്നെ ദൈത്യന്മാർ, അസുരന്മാർ, ദേവന്മാരെല്ലാവരും, പിന്നെ ദേവേന്ദ്രൻ, പിന്നെ നാഗത്താന്മാർ, നാഗങ്ങൾ, വാസുകിയുടെ നേതൃത്വത്തിലുള്ള നാഗങ്ങൾ, ഇവരെല്ലാവരും ഇത് കിട്ടാൻ വേണ്ടി കൊതിച്ചിങ്ങനെ നടക്കുകയാണ്. എന്തെങ്കിലും ഒരു സന്ദർഭം കിട്ടിയാൽ ഇവരിൽ ആരെങ്കിലും ഇത് അപഹരിച്ചുകൊണ്ട് പൊക്കളയും, പിന്നെ നോക്കുകയേ വേണ്ട. അതുകൊണ്ട് വളരെ നല്ലതുപോലെ ശ്രദ്ധിച്ച് നിങ്ങളിത് കൈകാര്യം ചെയ്യേണ്ടതാണ്. ഞാനിത് ഊരിത്തരാം. അപ്പോൾ ചോദിച്ചു, ഇങ്ങനെ ഈ രാജാവിന് അത് വസിഷ്ഠശാപം കൊണ്ട് സംഭവിച്ചതാണ്. അല്ല, ഭ്രാന്തായിട്ടില്ല, എന്നാലും അത്ര സ്വസ്ഥനല്ല ആള്. ഒരിക്കൽ പറയണത് പിന്നെ ഒരിക്കൽ പറയില്ല. അല്ല, അതിനല്ലേ ഭ്രാന്തെന്ന് പറയുന്നത്. ഭാര്യയ്ക്ക് ഭ്രാന്താണെന്ന് സമ്മതിക്കാനുള്ള മടിയാണ് അതിനകത്ത് പ്രധാന കാരണമേ. ഈ കഷണ്ടി എന്ന് പറയത്തക്ക വിധത്തിലായിട്ടില്ല, പക്ഷെ തലയുടെ മുകൾ ഭാഗത്തങ്ങ് മുടിയില്ല, പിന്നെ പിന്നിൽ സൈഡിലൊന്നും മുടിയില്ല, സൈഡിലില്ല, ഇല്ല. അങ്ങനെ ഒരു അവസ്ഥയാണ് തലയോടിൻ്റെ മുകളിൽ എന്ന് പറയുന്ന പോലെയാണ് ഇവർ പറയുന്നത്. ഭ്രാന്ത് എന്നങ്ങോട്ട് പൂർണ്ണമായിട്ടും പറയേണ്ട ആവശ്യമില്ല. ഒരിക്കൽ പറയുന്നത് പിന്നെ പറയില്ല, സ്വസ്ഥനുമല്ല. ഏത് സമയത്ത് എന്ത് ചെയ്യുന്നു നമുക്ക് തീരുമാനിക്കാൻ ഒക്കില്ല. അങ്ങനത്തെ ഒരു അവസ്ഥ, അത്രയേ ഉള്ളൂ. അപ്പോൾ എന്നെ തിന്നും എന്നിങ്ങനെ പറഞ്ഞിരിക്കുകയാണ്. അതെ, 6 ദിവസമായിട്ട് ഒന്നും കിട്ടിയിട്ടില്ല പുള്ളിക്ക്. അപ്പോൾ വെള്ളമൊക്കെ കുടിച്ചു, ആറ്റിലെ വെള്ളം. അതുകൊണ്ട് മാത്രം കാര്യം. വീട്ടിൽ നിന്ന് ഭക്ഷണമൊന്നുമില്ല, ഇത് തന്നെ ഇല്ല. വീട്ടിലിരിക്കുന്നില്ലല്ലോ. വീട്ടിലിരുന്നാലല്ലേ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാണ്. അല്ല, കൊട്ടാരത്തിൽ ഭക്ഷണമുണ്ട്, അതുകൊണ്ട് കാര്യമില്ല. അങ്ങനെ അദ്ദേഹം ഇത് കൊണ്ടുപോയി കൊടുക്കാൻ ഉള്ള ശ്രമത്തിലാണ്. അങ്ങനെ പോകുന്ന വഴിക്ക് വല്ലാത്ത വിശപ്പും ദാഹവും ആർക്ക്, ഉത്തങ്കന്. അപ്പം അദ്ദേഹം വിചാരിച്ചു, എന്താണെങ്കിലും ഇതിങ്ങനെ പൊതിഞ്ഞിരിക്കുകയല്ലേ, പൊതിഞ്ഞ് നിലത്ത് വെറുതെ വയ്ക്കരുതെന്നാണ് രാജ്ഞി പറഞ്ഞിട്ടുള്ളത്. അത് മതയന്തി പറഞ്ഞിട്ടുള്ളത്, നിലത്ത് വെറുതെ വെറും നിലത്ത് വെക്കരുത്. ഇതിപ്പോൾ ഉത്തരീയത്തിൽ പൊതിഞ്ഞിട്ടുള്ളത് കൊണ്ട് നിലത്ത് വയ്ക്കാം. നിലത്ത് വെച്ചിട്ട് ഈ വലിയ ഒരു അസാധാരണ വലിപ്പമുള്ള ഒരു കൂവളം നിൽക്കുന്നു. കൂവളത്തിൽ കയറി പഴുത്ത കായ പറിച്ചിട്ട് അതിൻ്റെ ആ കുരുവല്ലാത്ത ഭാഗങ്ങൾ തിന്നാം എന്ന് വിചാരിച്ചു. വിശപ്പ് സഹിക്കാൻ വയ്യാഞ്ഞിട്ട് വേറൊന്നും തിന്നാനൊട്ട് കാണുന്നുമില്ല, വേറെ നല്ല പഴങ്ങളൊന്നുമില്ല. കൂവളമെങ്കിൽ കൂവളം. പിന്നെ കൂവളത്തിൽ കൂവുക എന്നുള്ളതൊന്നുണ്ടല്ലോ. അപ്പോൾ ആ കൂവിനോടുള്ള താല്പര്യം കൊണ്ടും അദ്ദേഹം അതിലേക്ക് കയറി ഇതിങ്ങനെ പറിച്ചു. ചിലതൊക്കെ താഴത്ത് വീണു, ചിലതൊക്കെ അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് തന്നെ വന്നു. ഒരു കൂവളയ്ക്ക വന്ന് നേരെ ഈ പൊതിഞ്ഞു വെച്ചിരുന്ന കമ്മലിൻ്റെ പുറത്തേക്ക് തന്നെ വീണ് കെട്ടഴിഞ്ഞതിന് ചിതറിപ്പോയി. അപ്പോൾ അത് മുകളിൽ നിന്നുകൊണ്ട് കണ്ടു.
അബദ്ധമായല്ലോ എന്നുള്ള വിചാരമായി. ഉടനെ തന്നെ ഇറങ്ങി അത് വീണ്ടും എടുത്ത് പൊതിഞ്ഞ് കളയാമെന്ന് വിചാരിച്ച് വളരെ വേഗത്തിറങ്ങി താഴ്ത്തു വരുമ്പോൾ ഉത്തരീയവുമില്ല, ഈ കമ്മലുമില്ല. അപ്രത്യക്ഷമായി. ആ, രത്നാനന്ദമായ കമ്മലുമില്ല. നോക്കി ചെന്നപ്പോൾ ഒരു പാമ്പ് ഇഴഞ്ഞു പോയ പാടുണ്ട്. ആ ആ അതൊരു ഗുഹയിലേക്ക് കയറിയിരിക്കുക, പാമ്പ് ഇഴഞ്ഞു പോയിട്ട്. അപ്പോൾ ഇതിൻ്റെ തന്നെ ഒരു കമ്പ് ഒടിച്ചെടുത്തിട്ട് ഈ ബോധനകത്തേട്ട് ഇങ്ങനെ കുത്തി നോക്കി. ഇങ്ങനെ കുത്തിക്കൊണ്ട് ഇരുന്നിട്ടൊന്നും പാമ്പിനെ കിട്ടണമില്ല, പാമ്പ് വരുന്നുമില്ല, പുറത്തേക്കും വരുന്നില്ല, അതിൻ്റെ ചീറ്റലും കേൾക്കുന്നില്ല, ഒരു ശബ്ദവുമില്ല, ഈ കുത്തു മാത്രം. അപ്പോൾ ഒരു ബ്രാഹ്മണൻ വന്ന് എന്താ ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, എൻ്റെ ഒരു രത്നം പതിച്ച 2 കമ്മൽ ഇവിടെ വെച്ചിരുന്നു, അതിങ്ങനെ കൂവളയ്ക്കായ താഴത്തേക്ക് വീണിട്ട് ഇങ്ങനെ അത് പൊട്ടി അതിൻ്റെ ഉത്തരീയം അഴിഞ്ഞു പോയിട്ട് അത് ചെതറിപ്പോയി. അതൊരു പാമ്പ് എടുത്തുകൊണ്ട് പോയോ എന്ന് എനിക്ക് സംശയം, സർപ്പം. അപ്പം അതുകൊണ്ട് അതിൻ്റെ മാളത്തിലിട്ട് കുത്തി നോക്കുകയാണ്, അതങ്ങാൻ പുറത്തേക്ക് വന്നാൽ ഇതെടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ പറഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല, അത് നാഗലോകത്തേക്ക് പോയിരിക്കുകയാണ്. ആ, ഇത് നാഗലോകത്തേക്ക് പോകുന്ന വഴിയാണ്. അതിൻ്റെ മുഖം ഇങ്ങനെ ചെറിയ ദ്വാരമായിട്ടിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ ഇങ്ങോട്ട് ഇറങ്ങി പോയെന്നാൽ അത് നാഗലോകമാണ്, വാസുകി ഭരിക്കുന്ന നാഗലോകം. അവിടെ തക്ഷകനും എല്ലാവരും ഉണ്ട്. അതിന് തിരികെ കിട്ടാൻ പോകുന്നില്ല. പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ എൻ്റെ ജീവിതം പോയി. അതെന്താ അത്? ഞാനിത് കൊണ്ടുപോയി ഗൗതമ മഹർഷിയുടെ പത്നിയായ അഹല്യയ്ക്ക് കൊടുക്കാം ഗുരുദക്ഷിണയായിട്ട് എന്ന് വിചാരിച്ച് കൽമാഷപാദൻ്റെ സഹധർമ്മിണിയായ മദയന്തിയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. എൻ്റെ ജീവിതം, ഞാൻ മരിച്ചു പോയാലും എനിക്ക് കുഴപ്പമില്ല, അതല്ലെങ്കിൽ തന്നെ എൻ്റെ കഥ കഴിഞ്ഞിരിക്കുകയാണ്. അതെന്താ? ഞാൻ തിരിച്ചു ചെന്ന് അദ്ദേഹത്തിന് തിന്നാനിരുന്ന് കൊടുക്കണം. ആർക്ക്? കൽമാഷപാദന്. ആ, അപ്പോൾ അഹല്യാദേവിക്ക് വേണ്ടി ആണ് ഞാൻ ഈ പാട് മുഴുവൻ കഴിച്ചത്. ആ, അങ്ങനെയാണെങ്കിൽ ഒരു പണി ചെയ്യാം, നമുക്ക് ഈ ദ്വാരം വലുതാക്കാം. ഓ, അല്ലേ? എങ്ങനെ വലുതാക്കും? അതിന് എൻ്റെ ഒരു സാധനമുണ്ട്, അത് ഞാനിങ്ങനെ കാണിക്കും. അപ്പോൾ ഇതെല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞ് ദ്വാരം വലുതായി വലിയ ഒരു ഗോപുരവാതിൽ വരും ഇവിടെ. ഇത് അങ്ങോട്ട് ഇറങ്ങിപ്പോകാം. ഈ വന്നിരിക്കുന്നത് ഇന്ദ്രനാണ്. ഓഹോ. അപ്പോൾ അഹല്യ എന്ന് കേട്ടപ്പോൾ സഹായിക്കാൻ വന്ന പുള്ളിക്ക് പഴയ ഓർമ്മ. അതുകൊണ്ടാണ് അദ്ദേഹം സഹായിക്കാൻ തയ്യാറായത്. പുള്ളി കൊണ്ട് അവിടെ പോയാണല്ലോ പ്രശ്നം. അപ്പോൾ ആ ഒരു താല്പര്യം പുള്ളിക്ക് ഇപ്പോഴും വിട്ടിട്ടില്ല എന്ന് വിചാരിക്കത്തക്ക വിധത്തിലാണ് സംഗതികൾ നീങ്ങുന്നതേ. അപ്പോൾ അദ്ദേഹം നേരെ വലിയ വാതിലുണ്ടാക്കി അതിൻ്റെ അകത്തേക്ക് കിടന്ന് അവിടെ ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ദേവേന്ദ്രനാണ്, ഈ സാധനം കൊടുക്കണം, ഇയാളിങ്ങനെ കൊണ്ടുവന്നിരിക്കുന്നതാണ്, അതുകൊണ്ട് കമ്മൽ കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ദേവേന്ദ്രൻ അന്വേഷിച്ച് ചെന്നിരിക്കുന്നതുകൊണ്ട് അവർ കമ്മൽ കൊടുത്തു. ആ കമ്മലുമായിട്ട് അവിടെ നിന്ന് അദ്ദേഹം എത്തി നേരെ വീണ്ടും പോയി. അപ്പോൾ ഉത്തങ്കനോട് പറഞ്ഞു, ഒരു കഥ ഞാനിതിനിടയ്ക്ക് നിങ്ങളോട് പറയാം. എന്താണ് കഥ എന്ന് ചോദിച്ചു. പണ്ട് ഞാൻ നിങ്ങളോടൊരു വരം ചോദിച്ചിരുന്നു. അപ്പോൾ പറഞ്ഞു, ഓർമ്മയില്ല. അല്ല, നിങ്ങൾക്ക് ഓർമ്മ കാണില്ല, എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ നിങ്ങളൊരു വരം ചോദിച്ച കാര്യവും എന്നോടൊന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ നിങ്ങൾ ചോദിച്ച വരം ജലസമൃദ്ധി ഉണ്ടാവണമെന്നാണ്. അതാണ് വരം. ജലം വേണം, ഇഷ്ടം പോലെ ജലം വേണം ലോകത്തിൽ. ഇതായിരുന്നു. ഞാൻ നിങ്ങളോട് ഒരു മരുഭൂമിയിലൂടെ നടന്നു വരുമ്പോൾ, ഇതൊക്കെ കഴിഞ്ഞ ജന്മത്തെ കഥകളാണ്, ഒരു മരുഭൂമിയിലൂടെ നടന്നു വരുമ്പോൾ നിങ്ങളോട് ഇത്തിരി വെള്ളം എടുക്കാനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ നിങ്ങളിൽ നിന്ന് ഒരു ഉറവ താഴത്തേക്ക് വീഴുന്നത് ഞാൻ കണ്ടു. എന്നിട്ട് പറഞ്ഞു, ഇത് കുടിച്ചോളൂ എന്ന് പറഞ്ഞു. മൂത്രമായിരുന്നേ. നിങ്ങളന്ന് ഒരു കാനനവാസിയായ ചണ്ടാലനായിരുന്നു. അപ്പോൾ ദേവേന്ദ്രനായ എന്നോട് കാനനവാസിയായ ചണ്ടാലൻ അവൻ്റെ മൂത്രം കുടിച്ചോളൂ എന്ന് പറയുന്നത് പോലെ അപമാനകരമായിട്ട് മറ്റൊന്നുണ്ട് എന്ന് ഞാൻ
വിചാരിക്കാഞ്ഞതുകൊണ്ട് എനിക്ക് പിന്നീട് ജലപാനം എന്നുള്ളത് സാധ്യമല്ലാതെ വന്നു. അതിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി ഞാൻ നിങ്ങളെ തേടി വന്നപ്പോൾ നിങ്ങൾ എന്നും ജലമുണ്ടാവട്ടെ, ഈ മനുഷ്യർ തമ്മിൽ ഉള്ള ബാഹ്യമായ ഉച്ചനീചത്വങ്ങൾ പാടില്ല, ചണ്ടാലനെന്നോ ബ്രാഹ്മണനെന്നോ എന്നുള്ള വ്യത്യാസം ഒരിക്കലും മഹാന്മാരായ ആളുകൾ പാലിക്കാനേ പാടില്ല എന്നൊരു ഉപദേശം തന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? പറഞ്ഞു ഓർമ്മയില്ല. എന്നാൽ എനിക്കതെല്ലാം ഓർമ്മയുണ്ട്, അങ്ങനെ പണ്ട് സഹായിച്ചിട്ടുള്ള ആളാണ്. അങ്ങനെ നിങ്ങൾ ഈ ഭൂമിക്ക് എപ്പോഴും ജലമുണ്ടാകട്ടെ എന്ന് പറഞ്ഞ് അന്ന് അനുഗ്രഹിച്ചതാണ്. ഇപ്പോൾ നമുക്ക് അങ്ങനെ ജലമുണ്ടാകട്ടെ എന്ന് പറഞ്ഞ് അനുഗ്രഹിക്കാൻ ഒരാളുണ്ടായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് തോന്നത്തക്ക വിധത്തിൽ കേരളം എത്തിയിരിക്കുക.